അസ്സലാമലൈക്കും. ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുണ്ട്. എനിക്ക് 14 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ജസാക്കല്ലാഹ് ഖൈറൻ കസീറൻ ഫിദ്ദുനിയ വൽ ആഖിറ. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് സ്വന്തം പ്രവൃത്തിയിലേക്ക് നോക്കാതെ മറ്റുള്ളവരുടെ പ്രവൃത്തിയിലേക്ക് നോക്കുന്നത്, അവിടെ കുറ്റം കണ്ടുപിടിക്കുന്നത്. എൻ്റെ ഖബർ ജീവിതവും പരലോക ജീവിതവും എങ്ങനെയാണെന്ന് ഉറപ്പായി അറിയാത്ത ഞാൻ എന്തിന് മറ്റുള്ളവരുടെ ഈമാൻ അളക്കണം? അവർ പകൽ സമയത്ത് നോമ്പ് പിടിക്കാറില്ല, അവർ മുസ്ലിമിനെ പോലെ നടക്കാറില്ല എന്നുള്ളൊരു സംഭാഷണം ഈയിടെ യൂട്യൂബിൽ ഭയങ്കര വൈറലായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രശസ്തിയായ യൂട്യൂബറെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് അല്ലാഹ് പുറത്ത് കൊടുക്കട്ടെ, ഈമാൻ കൊടുക്കട്ടെ. ഒരാൾ അല്ലാഹു നന്നാക്കുവാൻ ആഗ്രഹിച്ചാൽ അവരെ കൊണ്ട് നന്മ മാത്രമാണ് ചെയ്യിപ്പിക്കുന്നത്. അത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഒരാളെ തിന്മയിലേക്ക് തള്ളാനാണ് അല്ലാഹു ആഗ്രഹിക്കുന്നതെങ്കിൽ തോന്നിയതുപോലെ ഈ ദുനിയാവിൽ അവർ ജീവിക്കും. നമ്മൾ ആരെയും കുറിച്ച് ഗീബത്ത് പറയാതിരിക്കുക. മറ്റുള്ളവർ അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ചിലപ്പോൾ അവർ സ്വർഗത്തിലും നിത്യേന നോമ്പും നമസ്കാരവും നിർവഹിക്കുന്ന നമ്മൾ നരകത്തിലുമാവും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അന്വേഷിച്ചു പോകാതെ ഇരിക്കുക. അല്ലാഹു എല്ലാം കാണുന്നവനാണ്. നമ്മുടെ സൽക്കർമ്മങ്ങളും അവൻ കാണട്ടെ. ആമീൻ.